ഇവർക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കളരി ചികിത്സയിൽ ഇതിന് രോഗം നിർണ്ണയിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞാൽ ഇപ്പം അസ്ഥിഭംഗം, സ്ഥാനഭ്രംശം പോലുള്ള കാര്യങ്ങളിൽ നേരിട്ട് ഗുരുവിൻ്റെ അടുത്ത് തന്നെ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പം അസ്ഥി, ഇപ്പം കൈയുടെ അസ്ഥിയാണെങ്കിൽ പൊട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ വിഷവേദന വന്ന് കൈകുത്തി വീണു, അത് ഈ മുട്ടിന് താഴത്തേക്കുള്ള 2 അസ്ഥിക്ക് പൊട്ട് പറ്റിയിട്ടുണ്ടോ, അതോ അത് പിടിച്ചു നോക്കുകയും തട്ടി നോക്കുകയൊക്കെ ചെയ്യുന്ന രീതികളുണ്ട്. കൈ മടക്കി നോക്കുന്ന രീതികൾ, ഇതിൽ തന്നെ വിരലുകൾ തമ്മിൽ ബലം പിടിപ്പിച്ച് നോക്കുന്ന രീതികൾ, അതിനിടയ്ക്കൊക്കെ ചെറിയ തുണി കഷ്ണങ്ങൾ വെച്ച് വലിപ്പിക്കുമ്പം അത് പൊട്ടിയ അവസ്ഥയിലാണ് ബലം കിട്ടാത്ത വരുന്ന അവസ്ഥ. അപ്പോൾ ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ നാഡി ഒക്കെ പൾസ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കണം. അതല്ലെങ്കിൽ ആ ഡിസ്ലൊക്കേഷൻ ആയ കൂട്ടത്തിൽ തന്നെ ഈ നാഡികൾക്ക് എവിടെയെങ്കിലും ചെറിയ ലോക്ക് പോലെ വരുമോ, ചുരുക്കം വരുമോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ചില അസ്ഥികൾ കൈകുത്തി വീണാൽ നമ്മൾ പെട്ടെന്ന് പൊട്ടാന്ന് വിചാരിക്കും, പക്ഷെ അത് ചൂടായി വളയുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഡിസ്ലൊക്കേഷൻ ആയി കിടക്കുന്നതാണെങ്കിൽ അത് ചിലപ്പം ചെറിയ വേരിയേഷനിൽ നിൽക്കുന്നതായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൈകൊണ്ട് തള്ളവിരലൊക്കെ കയറ്റി നോക്കി മുഴ താഴത്തേക്കാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മുകളിലത്തെ അസ്ഥിക്കടയിലേക്കൊക്കെ വരും, കുറച്ച് സിവിയർ ആയിട്ട് ഭയങ്കരമായിട്ട് വരുന്ന. അതെല്ലാം നമ്മൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്താ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു അടിപിടി കേസിൽ വന്ന് ക്ഷതം പറ്റി, അവൻ പെട്ടെന്ന് വിശപ്പില്ലായ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്കാനിങ് പോലുള്ള കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും ആന്തരാവയവങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണോ നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ മർമ്മക്ഷതമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണോ ആണെങ്കിൽ അതിന് അന്നേരം ചില ക്രിയകളുണ്ട്, അല്ലെങ്കിൽ അതിന് പിന്നെ പുറമ്പോട് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. പിരികൂത്ത വീണ അവസ്ഥ, ഉച്ചാസ്ഥ ഉള്ളോട്ട് കയറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വീഴ്ച കൊണ്ട് നട്ടലിന് ചില ക്ഷതം ഉണ്ടാവും, അല്ലെങ്കിൽ താഴെ ആ ഭാഗങ്ങളിലെ പേശികൾക്ക് ക്ഷതം ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പം പ്രൊലാപ്സ് പല കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാകും. ഇതെല്ലാം നമ്മൾ അപ്പം കാലിലേക്ക് വരുന്ന ആൾക്ക് നടുവിൻ്റെ ചെറിയ അങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടാണ് വന്നത്. ഇതെല്ലാം നമ്മൾ സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ, ഇപ്പോൾ ഉണ്ടാകാം. അപ്പം കിഡ്നി സ്റ്റോൺ വന്നാൽ വരെ ഇപ്പം നടുവേദനയുടെ വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പം ലിവർ കംപ്ലൈൻറ്റ് പോലെയുള്ള വിഷയങ്ങൾക്കൊക്കെ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന കാരണം അങ്ങനെയുള്ള എന്തെങ്കിലും സാധ്യതകൾ നമുക്ക് ഇവർക്ക് നിരന്തരം പനിയുണ്ട്, അല്ലെങ്കിൽ ഒട്ടും വിശപ്പില്ലായ്മയാണെങ്കിലൊക്കെ നമ്മൾ പല കാര്യങ്ങൾക്ക് തോന്നിയാൽ അത് നമ്മൾ ഫർദറായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ വിടണം. അപ്പം ഇപ്പോൾ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. നടുവിൻ്റെ വിഷയങ്ങൾ വളരെ സിവിയറായിട്ട് വന്നു, അത് സ്കാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിയുന്നത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ വിടാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ചിലവേറുന്ന സമ്പ്രദായമുണ്ട്. ഇപ്പോൾ ചെറിയൊരു കുഴയിളകി വന്ന കേസാണ്, ഒന്ന് കെട്ടിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫർദറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിടേണ്ടതാണെങ്കിൽ നമ്മളത് മടി കൂടാതെ വിട്ടിട്ട് അത് അങ്ങനെ പോവുകയും അതിനെപ്പറ്റി യഥാർത്ഥ ഒരു വിഷയം മനസ്സിലാക്കുകയും ചെയ്യാം. ഇപ്പോൾ 2-3 കശേരുക്കൾക്ക് വിഷയം ഉണ്ടെങ്കിൽ അതാണ് ചികിത്സയ്ക്ക് വ്യത്യാസം വരുന്നെങ്കിൽ ഒന്നും അവിടെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ വരുന്നില്ല, കെട്ടുകൾക്കും വ്യത്യാസങ്ങൾ വരുന്നില്ല, എങ്കിലും ഇത് അവർക്കൊന്ന് ബോധ്യമാവും. അപ്പം നമ്മളൊരു അപ്രോച്ച് എന്ന് പറഞ്ഞത് കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമായിരിക്കും. ഇപ്പോൾ എക്സ്റേ, സ്കാനിങ് തുടങ്ങി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ സിവിയർ ആയിട്ടുള്ള വിഷയങ്ങൾ വന്നാൽ ഉപയോഗിക്കണം. നമുക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അത് മനസ്സിലാകത്തക്ക രീതിയിൽ കുറച്ച് അറിവുള്ളവരുമായിട്ട് അങ്ങനെയുള്ള ആ വിഷയങ്ങളിൽ ഇടപെടുന്നതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്ന ആൾക്കാരോട് ബന്ധപ്പെട്ട് പോകുന്നതൊക്കെ നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം തുറന്ന് നമ്മളെ സംബന്ധിച്ച് ഡോക്ടർമാരുമായിട്ടുള്ളൊരു ചർച്ച അതിനകത്ത് നടത്തിയിട്ടായിരിക്കുമല്ലോ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വിഷയങ്ങൾ വരും. നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമ്മളൊരു ഈ കൺസെപ്റ്റിനകത്ത് നമ്മളങ്ങനെ വിശാലമായിട്ടുള്ള സംസാരങ്ങളും നമ്മൾ അതിനകത്ത് പ്രത്യേക പാനലുകളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തുള്ളൂ.